ജയലാൽ പറയുകയാണ്, നമ്മളൊന്നിച്ച് ജീവിക്കേണ്ടവരാണെങ്കിൽ അത്തരം അനർത്ഥങ്ങളൊന്നും സംഭവിക്കില്ല. മരണം അരികിലെത്തിയാലും അതങ്ങ് വഴിമാറി പൊയ്ക്കോളും. ശരി ദീപേ, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ജയലാൽ. പിന്നീട് കാണിക്കുന്നത് ജയലാലിന്റെ വീടാണ്. അവിടെ മാസികയൊക്കെ വായിച്ചിരിക്കുകയാണ് ഹേമ. ഹേമയ്ക്ക് ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പ്രേമൻ പറയുകയാണ്, അമ്മാവൻ ഇവിടെ ഇല്ലെങ്കിലേ വലിയ കഷ്ടപ്പാടാണ്. ഹേമ ചോദിക്കുകയാണ്, ഒരു ജ്യൂസ് ഉണ്ടാക്കാനാണോ ഇത്രയും വലിയ കഷ്ടപ്പാട്? ആഹാ, അതത്രയ്ക്ക് നിസ്സാരമാണെങ്കിലേ നിനക്ക് കയറിയങ്ങ് ഉണ്ടാക്കിക്കൂടെ? അന്നേരം ദേഷ്യപ്പെട്ട് ഹേമ പ്രേമനെ നോക്കുമ്പോൾ പ്രേമൻ പറയുകയാണ്, അല്ല, ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ, അത് നടക്കൂല എന്നറിയാം. ആ സമയത്ത് അവിടേക്ക് വരുന്ന ഗംഗാധരനെ കണ്ട് ഒന്നുറക്കെ പ്രേമൻ പറയുകയാണ്, നിന്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഹേമ ചോദിക്കുകയാണ്, എന്തോന്ന്? അല്ല, വന്നോന്ന്. എന്തായി അച്ഛാന്ന് ഹേമ ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയുകയാണ്, കണ്ണിൽ ചോരയില്ലാത്തവന്മാർ നന്നായിട്ട് തല്ലി ചതച്ചു കളഞ്ഞു. ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഹേമ പറയുകയാണ്, ഈ കല്യാണം വേണ്ടാന്നാണ് ഞാൻ പറയുന്നത്. ഗംഗാധരൻ ചോദിക്കുകയാണ്, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താകും? ഇതിന് എരികേറ്റുകയാണ് പ്രേമൻ. പ്രേമൻ പറയുകയാണ്, ജാതകദോഷമുള്ള പെൺകുട്ടിയാണ് അമ്മാവാ. ദേഷ്യപ്പെട്ട് ഗംഗാധരൻ പറയുകയാണ്, കല്യാണം കഴിക്കാൻ പോകുന്നത് ജയനാണ്, അതുകൊണ്ട് വേറെ ആരും അതിനൊരു അഭിപ്രായമൊന്നും പറയണ്ട. ഹേമ ചോദിക്കുകയാണ്, അമ്മ ഇനി ഈ കല്യാണത്തിന് സമ്മതിക്കുമോ? ജോത്സ്യനെ കണ്ടപ്പോൾ അവളിപ്പോൾ പേരുദോഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ പറഞ്ഞല്ലോ. ഗംഗാധരൻ പറയുകയാണ്, ജ്യോത്സ്യന്മാരങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും. ജ്യോത്സ്യന്മാരാണോ നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നത്? പ്രേമൻ പറയുകയാണ്, ഒന്നുകൂടെ വിശദമായിട്ട് ഒരന്വേഷണം നടത്തിയിട്ട് ഈ കല്യാണം മതിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, പേരുദോഷം കേൾപ്പിച്ച പെൺകുട്ടിയാണ് ഈ കുട്ടിയെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ വീടും പരിസരവുമൊക്കെ ഒന്നുകൂടി ഒന്ന് ചുറ്റുനടന്ന് കാണുന്നത് നല്ലതാണ്. അയൽപക്കക്കാരോട് അഭിപ്രായം ചോദിക്കുന്നതും വളരെ നല്ലതാണ്. ഗംഗാധരൻ പറയുകയാണ്, ഡോക്ടർ ഇക്ബാലാണ് ഈ ബന്ധം കൊണ്ടുവന്നത്. അയാൾക്ക് ദീപമോളുടെ കുടുംബവുമായിട്ടും നമ്മുടെ കുടുംബവുമായിട്ടും നല്ല അടുപ്പമുണ്ട്. അങ്ങനെ ഒരാൾ പറയുന്നതിന് അപ്പുറമാണോ അയൽക്കാർ പറയുന്നത്? പ്രേമൻ പറയുകയാണ്, ഈ ഡോക്ടർ ഇക്ബാൽ പറയുന്നത് മാത്രം കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നിട്ട് ഗംഗാധരൻ ഹേമയോട് പറയുകയാണ്, ദേ നിനക്കറിയാമല്ലോ മോളെ, ദേ ഇവനെ പോലെ ഒരു കിഴങ്ങനല്ല ജയൻ. അവന് ആൾക്കാരെ തിരിച്ചറിയാൻ കഴിയുള്ള കൂട്ടത്തിലാണ്. ഈ വീട്ടിൽ ആ ഒരു കാര്യത്തിലുള്ള കഴിവ് അവനോളം വേറെ ആർക്കും ഇല്ല. അതുകൊണ്ട് അവനൊരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് മോശമാകാൻ സാധ്യതയില്ല. ഹേമ പറയുകയാണ്, എന്തായാലും കല്യാണം കഴിഞ്ഞില്ലല്ലോ അച്ഛാ. പ്രേമം പറഞ്ഞതുപോലെ വിശദമായൊരു അന്വേഷണം നടത്തുന്നത് നല്ലതല്ലേ? ഞാൻ അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ. അയൽക്കാർക്കൊക്കെ അവരെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. പ്രേമൻ ചോദിക്കുകയാണ്, എന്നിട്ടാണോ അവളുടെ അമ്മ സസ്പെൻഷനിലായത്? കൈക്കൂലി വാങ്ങിക്കാതെ ആരും സസ്പെൻഷനിൽ ആകില്ലല്ലോ. ഗംഗാധരൻ പറയുകയാണ്, കൈക്കൂലി വാങ്ങിച്ചതിനൊന്നും അല്ല സസ്പെൻഷനിലായത്. അവര് സത്യസന്ധയായ ഒരു ഉദ്യോഗസ്ഥയായതുകൊണ്ട് ശത്രുക്കൾ ഒരുപാടാണ്. എല്ലാരും കൂടി അവരെ കുടുക്കിയതാണ്. പ്രേമൻ പറയുകയാണ്, എന്നായിരിക്കും അവര് പറഞ്ഞത്? നടന്നത് മറ്റെന്തെങ്കിലും ആയിരിക്കും. ദേഷ്യപ്പെട്ട് ഗംഗാധരൻ പറയുകയാണ്, നടന്നത് അറിയണമെങ്കിൽ നീ പോയി അന്വേഷിക്കുക. ഹേമ പറയുകയാണ്, അച്ഛൻ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? അവളുടെയും അവളുടെ കുടുംബത്തിന്റെയും ശത്രുക്കളായിരിക്കും ഇങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മയുടെയും സംശയം അതുതന്നെയാണ്. സസ്പെൻഷനിലായ വില്ലേജ് ഓഫീസർക്ക് ഒരുപാട് ശത്രുക്കൾ കാണും. പോരാത്തതിന് അവളുടെ അച്ഛനൊരു വക്കീലുമാണ്. അയാൾ ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത ബന്ധുക്കൾക്കൊക്കെ അയാളോടും ശത്രുതയൊക്കെ കാണും. ഗംഗാധരൻ പറയുകയാണ്, എന്തായാലും ജയലാലിന് ഇങ്ങനൊരു അഭിപ്രായമൊന്നും ഇല്ല. ഇപ്പോൾ തന്നെ ഈ ജോത്സ്യനെ പോയി കണ്ടതൊന്നും അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികളൊന്നും നമ്മുടെ വീട്ടിൽ ചേർന്ന് പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് പറ്റിയ ഒരു ബന്ധമാണ് അവൻ കണ്ടെത്തിയിരിക്കുന്നത്. അത് നിങ്ങളായിട്ട് അലമ്പിക്കളയാൻ നോക്കല്ലേ. എനിക്ക് ആ പെങ്കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. ഹേമ ചോദിക്കുകയാണ്, അതിന് അച്ഛൻ അവളെ കണ്ടിട്ടുണ്ടോ? ഞാൻ അവളുടെ ഫോട്ടോ കണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം ആ പെങ്കൊച്ചൊരു പാവമാണെന്ന്. അത് കേട്ട് പ്രേമൻ കളിയാക്കി ചിരിക്കുമ്പോൾ പ്രേമനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് ഗംഗാധരൻ. പ്രേമൻ പറയുകയാണ്, ഇത്രയൊക്കെ കളിയാക്കിയിട്ടും അച്ഛനും മോനും മറിച്ചൊന്ന് ചിന്തിക്കുന്നില്ലല്ലോ ഹേമേ. ഹേമ പറയുകയാണ്, അവരൊക്കെ എന്ത് ചിന്തിച്ചാലും അമ്മ ചിന്തിക്കുന്നത് പോലെ ഇവിടെ നടക്കൂ. കുടുംബത്തിൽ കയറ്റാൻ പറ്റില്ലാത്ത പെണ്ണാണെങ്കിൽ ഈ ബന്ധം നടക്കില്ല. ഹേമൻ പറയുകയാണ്, നടക്കാതിരുന്നാലേ നമുക്കിങ്ങനെ ഇവിടേക്ക് ഇടയ്ക്കും മുറമുക്കുമൊക്കെ വന്നു പോകാൻ പറ്റുകയുള്ളൂ. അതിനെതിരായി ഹേമ പറയുകയാണ്, വന്നു പോവുകയല്ലോ, ഇവിടെ തന്നെ അങ്ങ് താമസിക്കുകയല്ലേ. ചിരിച്ചുകൊണ്ട് പ്രേമൻ ചോദിക്കുകയാണ്, അതാണല്ലോ നിനക്കും ഇഷ്ടം. ഹേമ പറയുകയാണ്, ഞാൻ ആ പെൺകൊച്ചിനെ കുറിച്ച് അന്വേഷിക്കണമോ വേണ്ടയോ എന്നാണ് ആലോചിക്കുന്നത്. പേരുദോഷം കേൾപ്പിച്ച പെണ്ണാണെന്ന് ജ്യോത്സ്യൻ പറഞ്ഞല്ലോ. ഇനി ഏത് രീതിയിലായിരിക്കും അവൾ പേരുദോഷം കേൾപ്പിച്ചിട്ടുണ്ടാവുക? അത് ആലോചിക്കുകയാണ് രണ്ടുപേരും.
പിന്നീട് ഭാഗ്യലക്ഷ്മിയുടെ വീട്ടിൽ വിജയകുമാറിന്റെ അടുത്തേക്ക് വരികയാണ് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. മരുമകനാകാൻ പോകുന്നവന് തല്ലുകിട്ടി അല്ലേ? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ജയലാലിനെ തല്ലിയത് സദാനന്ദന്റെ മോനും കുറച്ച് ഗുണ്ടകളും ചേർന്നാണ്. സ്വന്തം മോളുടെ വിവാഹം മുടക്കാനായി ഇറങ്ങുന്നവരുമായിട്ടാണ് നിങ്ങളുടെ കൂട്ട്. വിജയകുമാർ പറയുകയാണ്, എനിക്കിപ്പോൾ സദാനന്ദന്റെ മോനുമായി ഒരു ബന്ധവും ഇല്ല. പക്ഷേ ഞാൻ ഏതു നേരവും നിന്നോട് അതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. സദാനന്ദനെയും മോനെയും പിണക്കിയിട്ട് ഈ വീട്ടിൽ ഒരു മംഗളകർമ്മോ ഈസിയായിട്ട് നടത്താൻ പറ്റില്ല. ഇത് മുൻപേ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? നിന്റെ അതിരുവിട്ട പ്രവൃത്തികൾക്ക് വില കൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ മക്കളാകുമെന്ന്. നോക്ക്, അതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എനിക്കുറപ്പുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ജയലാൽ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറില്ലാന്ന്. കൊള്ളാം, ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം സ്വന്തം കുടുംബജീവിതത്തിന് ഭീഷണിയാണെന്നറിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ബന്ധമെടുക്കുമോടി? നീ നോക്കിക്കോ, മിക്കവാറും ഈ സംഭവത്തോടുകൂടി നിന്റെ മോളെ വേണ്ടാന്ന് വെച്ച് അവനങ്ങ് പൊയ്ക്കോളും. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ സദാനന്ദനോടും അവന്റെ മോനോടും നല്ല 4 വർത്തമാനം പറഞ്ഞുകൂടെ? എന്തു പറയാൻ, അവരെ എന്നോട് നല്ല മറുപടി പറയും. സ്വന്തം ഭാര്യയെ തളയ്ക്കാൻ കഴിവില്ലാത്തവൻ എന്തിനാണ് ഇങ്ങോട്ട് വന്ന് കുരയ്ക്കുന്നതെന്ന് ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി നോക്കുമ്പോൾ വിജയകുമാർ പറയുകയാണ്, നോക്കണ്ട, അവരങ്ങനെ പറയുന്നത് ശരിയല്ലേ? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, തെറ്റ് ചെയ്യുന്നവർക്കും ക്രിമിനൽസിനും സഹായം ചെയ്തു കൊടുത്ത് നിങ്ങൾ ഒരുപാട് പ്രാക്ക് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിന്റെ ഫലങ്ങളാണ് ഞാനും എൻ്റെ കുട്ടികളും അനുഭവിക്കുന്നത്. വിജയകുമാർ പറയുകയാണ്, ഞാൻ കണ്ട സഹായിച്ച പേരെടുത്ത ഗുണ്ടകളെക്കാളും പേരുള്ള ഒരു ക്രിമിനലിന്റെ കൂടെയാണ് നിന്റെ ഇളയ മോളിപ്പോൾ നടക്കുന്നത്. ബുള്ളറ്റ് ജഗനും അവളും തമ്മിലെ ഇപ്പോൾ നല്ല അടുപ്പത്തിലാണ്. സദാനന്ദനും മകനുമെതിരെ അവൾ ഇറക്കിയ തുറുപ്പ് ചീട്ടാണ് ബുള്ളറ്റ് ജഗൻ. അതുകൊണ്ട് നീ ആദ്യം അവളെ പറഞ്ഞ് തിരുത്താൻ നോക്ക്. പിന്നെ അവനെ സദാനന്ദന്റെയും മോന്റെയും എതിരെ തള്ളിവിട്ടാൽ അതിന്റെ തിരിച്ചടി ഈ രീതിയിലൊക്കെ ആയിരിക്കും നിനക്കും നിന്റെ മക്കൾക്കും കിട്ടുക. പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, സദാനന്ദന്റെയും മോനെയും പിണക്കിക്കൊണ്ട് നിന്റെ മകളുടെ വിവാഹം നടത്താൻ പറ്റില്ല എന്ന് മാത്രമല്ല, നാട്ടിൽ നിനക്കും നിന്റെ മക്കൾക്കും സ്വസ്ഥമായി ജീവിക്കാൻ പോലും പറ്റത്തില്ല. അതായത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കളുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഗതികെട്ട അച്ഛനമ്മമാരാകും നമ്മൾ. അതുണ്ടാകാതിരുന്നാൽ നന്ന് എന്ന് പറഞ്ഞു പോവുകയാണ് വിജയകുമാർ. പിന്നീട് ജയലാലിനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് കാർത്തി. ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടടാ? പെയിൻ കില്ലറൊക്കെ തരുന്നതുകൊണ്ട് ശരീരത്തിന്റെ വേദന അത്ര അറിയുന്നുണ്ടാകില്ല. പിന്നെ എന്റെ താക്കീത് മറന്നിട്ട് വീണ്ടും വില്ലേജ് ഓഫീസറുടെ മകളുമായിട്ടുള്ള കല്യാണത്തിന് വീണ്ടും പച്ചക്കൊടി കാണിച്ചാൽ ഈ തടി വീണ്ടും കേടാകും. ഒരിക്കൽ കൂടി കൈവയ്ക്കേണ്ടി വന്നാൽ നിന്നെ എനിക്കെന്നല്ല വേറെ ആർക്കും ഹോസ്പിറ്റലിൽ വന്ന് കാണേണ്ടി വരില്ല. പിന്നെ ശ്മശാനത്തിലായിരിക്കും നിന്റെ കിടപ്പ്. ജയലാൽ പറയുകയാണ്, ഞാൻ ഒരുപാട് ആലോചിച്ചു. നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ തടി കേടാക്കിയിട്ടുള്ളൊരു കല്യാണം എനിക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറുകയാണ്. ചിരിച്ചുകൊണ്ട് കാർത്തി പറയുകയാണ്, ഗുഡ്, നീ ഇപ്പോഴാണ് ഒരാൺകുട്ടിയായത്. ഞങ്ങളെ മെനക്കെടുത്താതെ നേരത്തെ നീ ഇതുപോലെയുള്ള നല്ല തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിൽ നിനക്കിപ്പോൾ ഇതുപോലെ ഇവിടെ കിടക്കേണ്ടി വരുമായിരുന്നോ? ജയലാൽ പറയുകയാണ്, കാര്യങ്ങൾ ഇത്രത്തോളം എത്തുമെന്ന് ഞാനും കരുതിയില്ല. ആർത്തി ചോദിക്കുകയാണ്, അല്ലെങ്കിൽ തന്നെ പേരുദോഷം കേൾപ്പിച്ച ഒരു പെൺകുട്ടിയെ നിനക്കെന്തിനാ? ഒരു സമയത്ത് മൊബൈൽ തുറന്നാൽ ആദ്യം വരുന്നത് അവളുടെ ലീലാവിലാസങ്ങൾ ആയിരുന്നു. അതൊക്കെ കെട്ടുകഥകളാണെന്നും ചതിയാണെന്നും ഒക്കെ പറഞ്ഞ് നിന്നെ ആരോ കൊണ്ടുപോയി കുഴിയിൽ ചാടിച്ചതാണ്. ജയലാൽ പറയുകയാണ്, ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇക്ബാൽ എൻ്റെ കുടുംബ സുഹൃത്താണ്. അദ്ദേഹം വഴിയാണ് ഈ ബന്ധം വന്നത്. ആർത്തി പറയുകയാണ്, അദ്ദേഹത്തിന് ഭാഗ്യലക്ഷ്മിയുമായി നല്ല അടുപ്പമാണ്. അങ്ങനെ അമ്മയ്ക്ക് അടുപ്പക്കാരായി ഒരുപാട് പേരുണ്ട്. ബുള്ളറ്റ് ജഗൻ എന്ന് പറയുന്ന ഗുണ്ടയെ അറിയില്ലേ? കെട്ടാൻ തീരുമാനിച്ച പെണ്ണിന്റെ അനിയത്തിക്ക് അവനുമായിട്ടാണ് കമ്പനി. അമ്മയ്ക്കും മക്കൾക്കും അങ്ങനെ ഓരോരോ രഹസ്യക്കാരൊക്കെ ഉണ്ട്. ദീപ എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അത് നിനക്ക് മനസ്സിലാകും. രാത്രി ചിലപ്പോൾ ഉറക്കം പിടിച്ചു കഴിയുമ്പോൾ അവൾ പിന്നീട് ബെഡിലുണ്ടാകില്ല. പിന്നെ അവളുടെ കാമുകന്മാരുമായിട്ട് വഴക്ക് കൂടാനും തല്ലുകൂടാനുമേ നിനക്ക് സമയമുണ്ടാകത്തുള്ളൂ. ജയലാൽ പറയുകയാണ്, ഇനിയിപ്പോൾ അതേപ്പറ്റിയൊന്നും ആലോചിക്കണ്ടല്ലോ. ഞാൻ മനസ്സുകൊണ്ട് ആ പെൺകുട്ടിയെ മറന്നു കഴിഞ്ഞു. ആ വിവാഹവും വേണ്ടെന്ന് വച്ചു. അതുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. ആർത്തി പറയുകയാണ്, നീയും ഞാനും തമ്മിൽ യാതൊരു മുൻവൈരാഗ്യവും ഇല്ല. പിന്നെ എന്റെ താക്കീത് മാനിക്കാത്തതാണ് നിനക്ക് പറ്റിയ തെറ്റ്. എന്തായാലും ഇപ്പോൾ ഈ സംഭവിച്ചതിനൊക്കെ ഞാനൊരു കോമ്പൻസേഷൻ ചെയ്തോളാം. എന്റെ ഷോറൂമിൽ നിന്ന് 1-2 പുതിയ മോഡൽ കാറുകൾ ഞാൻ എടുത്തോളാം. താങ്ക്സ് എന്ന് പറയുകയാണ് ജയലാൽ. അന്നേരം മരുന്നുമായി അവിടേക്ക് വരികയാണ് ഗംഗാധരൻ. ആരാന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ ജയലാൽ പറയുകയാണ്, എൻ്റെ ഒരു പരിചയക്കാരനാണ് അച്ഛാ. കാർത്തി ചോദിക്കുകയാണ്, അച്ഛനാണോ?
അതെ, മോനിരിക്കെന്ന് ഗംഗാധരൻ പറയുമ്പോൾ കാർത്തി പറയുകയാണ്, ഏയ് ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ മോന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അച്ഛൻ എന്തായാലും മോന് വേണ്ടി മറ്റൊരു പെൺകുട്ടി ആലോചിക്കുക. ഞാനും അതിനു വേണ്ടി ശ്രമിക്കാം. വില്ലേജ് ഓഫീസറുടെ മോള് ഇവന് ചേരൂല. അപ്പോ കാണാടാ, പോട്ടെ അച്ഛാന്നും പറഞ്ഞു പോവുകയാണ് കാർത്തി. കാർത്തി പോയ ശേഷം ഗംഗാധരൻ ചോദിക്കുകയാണ്, ആരാ മോനെ ഇവൻ? ജയലാൽ പറയുകയാണ്, വേറെ ആരും അല്ല, രാഗം എന്ന വീട്ടിലെ രാഗിണിയുടെയും ഗംഗാധരന്റെയും മകൻ ജയലാലിനെ വഴിയിലിട്ട് പട്ടിയെപ്പോലെ തല്ലിയവനാണ് ആ പോയത്. അത് കേട്ട് പരിഭ്രമിച്ച് തിരിഞ്ഞു നോക്കുകയാണ് ഗംഗാധരൻ. ഇവനെ ഞാൻ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് കാർത്തിയുടെ പുറകെ ഗംഗാധരൻ പോകാനൊരുങ്ങുമ്പോൾ ജയലാൽ പറയുകയാണ്, അച്ഛാ വേണ്ട, ഇപ്പോൾ ചോദ്യം ചെയ്യാനും അവന്റെ ദേഹത്ത് കൈവയ്ക്കാനൊന്നും പോണ്ട. ഇതൊക്കെ ചെയ്യേണ്ടവര് ചെയ്തോളും. അപ്പോ അവൻ പിന്നെ മോനി കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞതോ? അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കല്യാണം വരെ അത് വിശ്വസിച്ച് അവൻ ഇരുന്നോട്ടെ. സദാനന്ദൻ മുതലാളിയുടെ മോനാണ്, നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനലാണ്. എന്നാൽ തണ്ടും തടിമിടുക്കും കൊണ്ട് അവനേക്കാൾ ഉശിരുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവിടെയുണ്ട്. അയാളിപ്പോൾ അറിഞ്ഞു കാണും ഞാനിങ്ങനെ ഇവിടെ കിടപ്പിലാണെന്ന്. അതുകൊണ്ട് നമ്മളല്ല, അയാൾ കൊടുത്തോളും ഇതിനൊക്കെയുള്ള മറുപടി. ഗംഗാധരൻ ചോദിക്കുകയാണ്, എന്നാലും തല്ലിയവൻ ഒരു ഭയവും കൂടാതെ ഇങ്ങോട്ട് വന്നപ്പോൾ 2 പൊട്ടിക്കണമായിരുന്നു. ജയലാൽ പറയുകയാണ്, അങ്ങനെ പൊട്ടിച്ചാൽ അതിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടും. കരുത്തനായ എതിരാളിയുമായിട്ട് സന്ധി ചെയ്യുകയാണ് നല്ലത്. അവൻ ദുർബലനാകുമ്പോളേ തിരിച്ചടിക്കാവൂ. പിന്നീട് വഴിയരികിൽ ജീപ്പിന്റെ മുകളിലിരുന്ന് മദ്യപിക്കുകയാണ് കാർത്തിയും കൂട്ടുകാരും. കാർത്തി പറയുകയാണ്, അങ്ങനെ വില്ലേജ് ഓഫീസറുടെ അവസാന സ്വപ്നവും മുടങ്ങി. കാർത്തിയുടെ കൂട്ടാളി പറയുകയാണ്, പക്ഷെ അതിലൊരു അപകടമുണ്ട്, അത് ചോദിക്കാൻ അവനെത്തും. കാർത്തി ചോദിക്കാൻ, എടാ ഞാൻ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ബുള്ളറ്റ് ജഗനെ കിടത്താനോ കുത്താനോ പറ്റുമോ? അങ്ങനെ ചെയ്താൽ നീയൊക്കെ ചോദിക്കുന്നത് ഞാൻ തരാം. വെറുതെ കിടക്കുന്ന 19 സെന്റ് സ്ഥലം ഞാൻ നിനക്കൊക്കെ വെറുതെ എഴുതിത്തരാം. അതിനച്ഛനും സമ്മതിക്കും. അതിപ്പോൾ പലരും ശ്രമിച്ച കാര്യമാണെണ്ണ, നടക്കാതെ വന്നാൽ പണിയാകും. ദേഷ്യപ്പെട്ട് കാർത്തി പറയുകയാണ്, എന്റെ അത്ര പോലും ധൈര്യമില്ലാത്ത കുറെ എണ്ണം എന്റെ പിന്നാലെ നടക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ പരാജയം. തന്നെ എല്ലാ തരത്തിലും കല്യാണത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിനുവേണ്ടി എല്ലാ മാർഗവും നോക്കി. അവിടെയെല്ലാം അവൻ നമ്മളെ കൊഞ്ഞനം കുത്തി കാണിച്ചു. അപ്പോഴാണ് അവസാന അടവ് എടുത്തത്. എന്തായാലും കുറച്ച് മുങ്ങി നടന്നേ പറ്റൂ. കാർത്തിയുടെ കൂട്ടുകാരൻ പറയുകയാണ്, പോലീസുകാരെക്കാളും നമ്മുടെ ടൗണിന്റെ മുക്കും മൂലവും കൃത്യമായിട്ട് അറിയാവുന്നവനാണ് ഈ ജഗൻ. അട്ടബിനുവൊക്കെ മഹാപെശ കാണണ. കാർത്തി പറയുകയാണ്, ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അവൻ എന്തായാലും കല്യാണത്തിൽ നിന്നും പിന്മാറി. അതാണിപ്പോഴത്തെ നമ്മളുടെ സന്തോഷം. അത് മാക്സിമം എൻജോയ് ചെയ്യുക. ഒരു ദിവസം അവൻ ബുള്ളറ്റിൽ സഞ്ചരിക്കുമ്പോൾ ഇവനുണ്ടല്ലോ, ഇവൻ കരുത്തനാണ്. ഇവനെ കൊണ്ടുപോയി അങ്ങ് കയറ്റി കൊടുക്കണം. അതോടുകൂടി അവൻ താഴെ വീണ് പിടഞ്ഞു തീർന്നോളുമെന്ന് ജീപ്പിൽ തട്ടി പറയുകയാണ് കാർത്തി. അവനില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, ഭാഗ്യലക്ഷ്മിയുടെ വീട്ടിൽ കയറി അമ്മയെയും മക്കളെയും ഞാൻ ചവിട്ടി കൂട്ടിയേനെ. പിന്നീട് റോഡിൽ വെച്ച് ദിയയുടെ അടുത്തേക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്തുകയാണ് രചന. വണ്ടിയിൽ നിന്നും ഇറങ്ങി രചന ചോദിക്കുകയാണ്, വലിയ ചാട്ടമായിരുന്നല്ലോ ചേച്ചിക്കും അനിയത്തിക്കും. ഒരുത്തനെ കോളേജിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്ത് ഷോ ആയിരുന്നു. എന്നിട്ടിപ്പോൾ എന്തായടി, മുടങ്ങിയല്ലോ നിന്റെ ചേച്ചിയുടെ വിവാഹം. ദിയ പറയുകയാണ്, നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഇനിയിപ്പോ ബോധിപ്പിക്കുകയൊന്നും വേണ്ട. അവൻ പിന്മാറി. ജയലാൽ എന്ന് പറയുന്ന നട്ടലില്ലാത്തവൻ എന്റെ ചേച്ചിയും കൊണ്ട് കോളേജിൽ വന്നിട്ട് അവൻ വല്ല ഹീറോ ആവുമായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ അവൻ 0 ആയി. ദിയ പറയുകയാണ്, നിന്നോട് സംസാരിക്കാനുള്ള താല്പര്യം എനിക്കില്ല. പിന്നെ നീ എന്തിനാ വഴിയിൽ വെച്ച് കാണുമ്പോൾ ഇടിച്ചു കയറി വരുന്നത്? രചന ചോദിക്കുകയാണ്, നീയല്ലേ ഞാൻ ക്യാമ്പസിലിരിക്കുമ്പോൾ എന്നെ ആവേശത്തോടു കൂടി വിളിച്ചുകൊണ്ടുപോയത്? കാഴ്ച കാണാൻ വേണ്ടി നിന്റെ ചേച്ചിക്കൊപ്പം ആദർശവാനായ ഒരുത്തനെ കൊണ്ട് കാണിച്ചത് നീയല്ലേ? അങ്ങനെയുള്ളപ്പോൾ അവൻ കല്യാണത്തിൽ നിന്നും പിന്മാറിയാൽ ആ വാർത്ത നിന്നെ അറിയിക്കണ്ടേ? അത് കേട്ട് അമ്പരന്ന് രചനയെ നോക്കുകയാണ് ദിയ. നിന്റെ ചേച്ചി ഇപ്പോൾ അറിഞ്ഞു കാണും. അവനിപ്പോൾ നിന്റെ ചേച്ചിയെ വിളിച്ച് പറഞ്ഞു കാണും. അവൻ കൊടുത്ത ധൈര്യത്തിന്റെ പുറത്തല്ലേ അവൾ അന്ന് കോളേജിലേക്ക് വന്നത്. നീ ഏതായാലും വരില്ല. അവളിനി നിന്റെ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഓങ്ങിക്കൊണ്ടിരുന്നോളും. ചുരുക്കി പറഞ്ഞാൽ അവളുടെ പഠിത്തവും പോയി, ജീവിതവും പോയി. ദേഷ്യപ്പെട്ട് ദിയ ചോദിക്കുകയാണ്, ഇതൊക്കെ നീയാണോടി തീരുമാനിക്കുന്നത്? ഞാനല്ല, പക്ഷേ തീരുമാനിക്കേണ്ടവർ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പിന്മാറിപ്പോകുന്ന കൂട്ടത്തിലല്ല ലാലേട്ടൻ. അതുകൊണ്ട് നിനക്കുറപ്പായിട്ടും ഒരു കല്യാണക്കുറി തന്നിരിക്കും. എന്റെ ചേച്ചിയുടെ കഴുത്തിൽ ലാലേട്ടൻ താലി കെട്ടുന്നത് നീ കാണണം. അതിനുശേഷം സദ്യയും കഴിച്ചിട്ടേ നീ പോകാവൂ. എടി, ഞാൻ അയച്ചു കൊടുത്ത ഫോട്ടോസ് അവൻ കാര്യമായിട്ട് എടുത്തില്ല. ഞാനും കാർത്തിയുമൊക്കെ പറഞ്ഞതും അവൻ സീരിയസ് ആയിട്ട് എടുത്തില്ല. എന്നാൽ ശരീരം നൊന്തു കഴിഞ്ഞാൽ ആരായാലും തീരുമാനങ്ങൾ മാറ്റും. എന്റെ ചേച്ചിക്ക് വേണ്ടി അവൻ എന്തിനാടി മരിക്കുന്നത്?
അതുകൊണ്ടവൻ പറയേണ്ടവരോട് പറഞ്ഞു, ഇനി ഈ കല്യാണത്തിന് ഇല്ലാന്ന്. മാറിയടി, അവൻ ജീവനും കൊണ്ട് ഓടി. ഇനി നീ പറഞ്ഞതുപോലെ അവൻ ഒരിക്കലും അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എനിക്ക് കാണേണ്ടി വരില്ല. സദ്യയും എനിക്ക് കഴിക്കേണ്ടി വരില്ല. നീ പോയി സങ്കടം സഹിക്കാൻ വയ്യാതെ കരയുന്ന നിന്റെ ചേച്ചിയെ ആശ്വസിപ്പിക്കാൻ നോക്ക്. പിന്നീട് ഒരു കോഫി ഷോപ്പിൽ ഇരുന്ന് ജഗനോട് സംസാരിക്കുകയാണ് ദിയ. ജഗൻ പറയുകയാണ്, അവസാനം ജയലാലിന് മടുത്തു എന്ന് വേണം പറയാൻ. കുറ്റം പറയാൻ പറ്റില്ല ചേട്ടാ, കല്യാണം കലക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടന്നു. അതൊക്കെ നിസ്സാരമായിട്ട് ലാലേട്ടൻ തള്ളിക്കളഞ്ഞു. പക്ഷെ ഇവിടെ ചേച്ചിയെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ലാലേട്ടന്റെ ദേഹത്ത് പരിക്ക് പറ്റിയത്. ആരും സഹായിക്കാൻ ഇല്ല ചേട്ടാ, ദയനീയമാണ് എൻ്റെ അമ്മയുടെ അവസ്ഥ. കല്യാണത്തിന് വേണ്ടി പണം സംഘടിപ്പിക്കാൻ ഓടി നടക്കുകയാണ്. ഒന്നും വേണ്ടാന്ന് ലാലേട്ടൻ പറഞ്ഞുവെങ്കിലും ലാലേട്ടന്റെ അമ്മ പറഞ്ഞതുപോലെ കല്യാണം നടത്തണമെന്നാണ് എൻ്റെ അമ്മയുടെ ആഗ്രഹം. അതിനുവേണ്ടി വീടിന്റെ ആധാരം പുതുക്കി വെച്ചു. പിന്നെ ആരോടൊക്കെയോ കടം ചോദിച്ചിട്ടുമുണ്ട്. അമ്മ ഓടി നടക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടമാണ്. ഇതിനിടയ്ക്ക് കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞാൽ ചങ്ക് പൊട്ടിപ്പോകും അമ്മയുടെ. ഇതൊക്കെ കേട്ട് ദിയെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ഇരിക്കുകയാണ് ജഗൻ. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.